السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين رضي الله عنهم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. قال الله عز وجل: التائب من الذنب كمن لا ذنب له. قال رسول الله: أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم يغفر لنا وغفراننا. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉമ്മപെങ്ങന്മാരെ, സഹോദര സഹോദരിമാരെ, ഇന്ന് നമ്മുടെ മജ്‌ലിസ് നൂറാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ക്ലാസ്സൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 1-2 ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നു. നിങ്ങളൊക്കെ അതൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യം ഞാൻ എടുത്ത ക്ലാസ് സന്താന പരിപാലനം എന്നായിരുന്നു. രണ്ടാമത്തെ ഞാൻ എടുത്തത് വൈവാഹിക ജീവിതം. പൂർത്തീകരിക്കാൻ കഴിയാതെ നമ്മൾ നിർത്തിപ്പോയി. ഏതാവട്ടെ, ഇന്ന് നമ്മളുടെ മജ്‌ലിസിനോടിന്റെ ദിവസമായതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിപ്പോ ഏതാ മാസം? ഷഅബാൻ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസമാണ്. ഇനി വരാൻ പോകുന്ന മാസം ഏതാ? റമദാൻ. അത് നമ്മുടെ മാസമാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, റമദാൻ ഷഹ്റു ഉമ്മത്തി, റമദാൻ എന്റെ സമുദായത്തിന്റെ മാസമാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുവാനുള്ള കാരണം? എൻ്റെ ഉമ്മപെങ്ങന്മാരെ, ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. വളരെയധികം തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാപ്പിന് അപേക്ഷിച്ചുകൊണ്ട് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് റബ്ബിലേക്ക് ഇബാദത്ത് കൊണ്ട് അടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന മാസമാണ് പവിത്രമായ പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹബീബാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഫരിഹ ബിദുഖൂലി റമദാൻ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ. പരിശുദ്ധമായ റമദാൻ മാസം ആഗതമാകുന്നുണ്ട്, സമാഗതമാകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സത്യവിശ്വാസിനി സന്തോഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിജ്വലിക്കുന്ന നരകത്തിനെ തൊട്ട് അവന്റെ ശരീരത്തിനെ ഹറാമാക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഭാഗത്തൊക്കെ ഉണ്ട്, ഇവിടെ ഇക്കറിയില്ല. ഈ പരിശുദ്ധമായ റമദാൻ മാസം വരുന്നതിന്റെ മുമ്പ് നനച്ചുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീടും പരിസരവും നിസ്കാരക്കുപ്പായും നിസ്കാരപ്പായും മറ്റുള്ള എല്ലാ വസ്തുക്കളും ശുദ്ധീകരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളൊക്കെ കളാ വിട്ടിക്കൊണ്ട് പ്രഭു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിനെ വരവേൽക്കുന്ന ഉമ്മപെങ്ങന്മാര് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ മാസം നമ്മൾ വരവേൽക്കുവാൻ വേണ്ടി ആദ്യമായി ഞാൻ ചെയ്യേണ്ടത്,
ഞങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് സ്വീകാര്യമായ തൗബ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ ദോഷം ചെയ്യാത്ത ഒരാളില്ല. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മാസൂമികളായിരിക്കുന്ന പ്രവാചകന്മാരല്ലാതെ ലോകത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ അടിമകളായ മനുഷ്യന്മാരും അല്ലാഹുവിലേക്ക് ദോഷം ചെയ്യുന്നവരാണ്. ദോഷം ചെയ്യാത്തവർ ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരൊറ്റ ദോഷം ചെയ്യാത്ത, ചെറുപാപം പോലും മനസ്സിൽ ഉദിക്കാത്ത മാസൂമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഒരു ദോഷം ചെയ്യാത്ത, ചെറുപാപം പോലും മനസ്സിലുദിക്കാത്ത കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ചൊല്ലിരുന്നു എന്ന് ഹദീസ് നോക്കിയാൽ കാണാം. എന്തിനാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചൊല്ലിയത്? പാവപ്പെട്ട നമുക്ക് പഠിപ്പിച്ചു തരുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സാഹചര്യം വെക്കുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ നിങ്ങൾ തെറ്റിലേക്ക് പോകും. തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ദിവസവും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഗഫർ ലനാ വഗ്ഫിർ ലനാ, സബ്ജങ്ങളുടെ റഹ്മാനന, അമരീത തമ്പൂരാനന, മഹബാബിയങ്ങളുടെ പങ്കുന, ഗഫർ ലനാ വഗ്ഫിർ ലനാ എന്ന് നമ്മളോട് കരുണയുള്ള പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിക്കുവാൻ വേണ്ടി, നമ്മൾ ചൊല്ലുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗബ സ്വീകരിക്കണമെങ്കിൽ കാക്കത്തോബാൻ പാടില്ല. ഈ തൗബ സ്വീകരിക്കണമെങ്കിൽ 4 നിബന്ധനയുണ്ട്. 4 നിബന്ധനയുണ്ട്. ഒന്നാമത്തേത് അൻയദുമു അലാമാ മളാൻ, ചെയ്തു പോയ പാപത്തിന് മേൽ ഖേദിക്കുക. പഠിച്ചവരേക്ക് സാഹചര്യം കിട്ടിയപ്പോൾ, സന്ദർഭം കിട്ടിയപ്പോൾ അല്ലാഹ് ഇബ്ലീസിന്റെ ചതിൽ പെട്ടുക ചെയ്തു പോയതാണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ബോധിപ്പിക്കുവാനല്ല, ഒരാളെ കാണുവാൻ വേണ്ടിയല്ല, ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് തന്റെ വീടിന്റെ റൂമിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചാൽ നീ മലന്റെ അത്ര ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും കൊടുത്തു തരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. മനസ്സിലാവണ്ടേ പറയണേ? അവർ ആരും കാണാതെ സ്വന്തം നട്ടപ്പാതിര സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാം, 2 റക്അത്ത് നിസ്കരിക്കാം, എന്നിട്ട് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പാപം അല്ലെങ്കിൽ അവരുടെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഒരു ഈച്ചന്റെ ചിറകിന്റെ അത്ര കണ്ണുനീര് ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കടക്കുകയില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തേത് വൽ ഇഖ്ലാഫിൽ ഹാനി അൻഹു, ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. ദോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, പഠിത്തം ചെയ്തതോ പിന്നെ ചെയ്യണേ, അതല്ല. ഏത് ദോഷമാണോ ചെയ്യുന്നതെങ്കിൽ ആ ചെയ്യുന്ന ദോഷത്തിൽ നിന്ന് പാടേ അങ്ങോട്ട് വിട്ടു നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഖേദപ്രകടനം നടത്തുക. മൂന്നാമത്തതോ
മൂന്നാമത്തെ വൽ അസ്മു അല്ലാ അലാ അല്ലാ യഉദ ഇലൈഹി, ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ആ ദോഷത്തിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന് നീ ഉറപ്പിക്കുവാൻ. നമ്മൾ വളരെ തെറ്റെയ്തു പോയി, നമ്മൾ തൗബ ചെയ്യാൻ തീരുമാനിച്ചു എങ്കിൽ തൗബ ചെയ്യാൻ തീരുമാനിക്കുന്ന ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുന്ന ഒഴിവാക്കുക. പിന്നെ എന്ത് ചെയ്യാ, ചെയ്തു പോയതിന്റെ പേരിൽ എന്ത് ചെയ്യാ, ഖേദിക്കാം. പിന്നെ ഇനി ഒരിക്കലും തന്നെ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കാം. മനുഷ്യരാണ്, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും മടങ്ങേണ്ടി വരും. പക്ഷേ നമ്മൾ തൗബ സ്വീകരിക്കണമെങ്കിൽ ഈ ഒരു നിയ്യത്ത് വേണം. ഇനി ഒരിക്കലും ഞാൻ ആ ദോഷം ചെയ്യൂല, ആ ദോഷത്തിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്നൊരു ചിന്ത വേണം. ഒരു പക്ഷേ മനുഷ്യന്റെ ഹൃദയം വളരെ ബലഹീനമാണ്, തെറ്റുകുറ്റം ചെയ്യാം. എങ്കിലും വീണ്ടും ചെയ്യണം, ആ തെറ്റിന് വേണ്ടി തൗബ ചെയ്യണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ഹബീബുൽ മാലിസി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി റജുലുൻ മുഖിറുൻ മിനദ്ദുനൂബ്, നബിയെ ഞാൻ ഇഷ്ടം പോലെ ദോഷം ചെയ്ത പാപിയാണ് നബി എന്ന് ഒരു മനുഷ്യൻ, ഹബീബുൽ ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, തുബ് ഇലല്ലാഹ്, നീ റബ്ബിലേക്ക് തൗബ ചെയ്യുക മോനെ. ഉടൻ തന്നെ ഇദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ്, അതിനെ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി. പക്ഷെ വീണ്ടും ആ ദോഷത്തിലേക്ക് തന്നെ മടങ്ങുന്നു പ്രവാചകരെ. ഉടൻ തന്നെ അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നു, തുബ് ഇലല്ലാഹി, നീ തൗബ ചെയ്യുക, നീ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. വീണ്ടും ഈ മനുഷ്യൻ പറഞ്ഞു, വീണ്ടും നബിയെ ഞാൻ അതിലേക്ക് മടങ്ങുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുബ് ഇലല്ലാഹ്, നീ വീണ്ടും അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. ഇങ്ങനെ പല പ്രാവശ്യം ഇദ്ദേഹം ഇങ്ങനെ റസൂലുള്ളാഹിയോട് മടക്കി ചോദിച്ചപ്പോഴും റസൂൽ തുബ് ഇലല്ലാഹ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഈ മനുഷ്യൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ, കാരുണ്യവാൻ മുഅ്മിനീങ്ങളെ, ദോഷം ചെയ്യാം തൗബ ചെയ്യാം, ദോഷം ചെയ്യാം തൗബ ചെയ്യാം. ഇങ്ങനെ ആയിരക്കണക്കിന് തൗബ ചെയ്തിട്ടും റസൂൽ പറഞ്ഞെന്താണ്, നിന്റെ ശൈത്താൻ നിന്നെ വിട്ട് പരാജിതനായിക്കൊണ്ട് ഓടിപ്പോകുന്നതിനെ തൗബ ചെയ്യുക എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ മനസ്സിനുള്ള സസ്സാണല്ലോ, അപ്പൊ വഴ പറയാൻ പറ്റൂല. ഏതായാലും ചരിത്രം കൂടി ഞാൻ പറഞ്ഞു നിർത്താൻ പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെയ്യുന്ന തൗബയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാതിൽക്കൽ വന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുന്നു. എന്നിട്ട് പറയുന്നു, ഉമർ തങ്ങളെ, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് തൗബയുണ്ടോ? ഉമർ റളിയല്ലാഹു തആല ചോദിക്കുന്നു, മോനെ, നീ എന്ത് തെറ്റാ ചെയ്തത്, നീ എന്ത് പാപമാണ് ചെയ്തത്? അത് ഞാൻ പറയൂല ഉമർ തങ്ങളെ. വീണ്ടും വിദ്യാമിത കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യന്റെ കൈ, ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല കരയുന്നു, ഈ ചെറുപ്പക്കാരൻ കരയുന്നു. ബഹുമാനപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു തആലയോട് ചോദിക്കുന്നു, ഉമറേ, എന്തിനാണ് കരയുന്നത്? ഉമർ റളിയല്ലാഹു തആല പറയുന്നു, നബിയേ, ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ നിന്നുള്ള കരച്ചിൽ ഇദ്ദേഹത്തിന്റെ കരുത്ത് എന്നെ കരയിപ്പിച്ചു പോയി. ആ സമയത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, മോനെ, നീ എന്തിനാണ് കരയുന്നത്? ഓ നബിയെ, ഞാൻ പാപം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഈ യുവാവിനോട് ചോദിക്കുന്നു, നീ ചെയ്ത പാപം എന്താണ്? നീ ചെയ്ത കുറ്റം എന്താണ്? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, നബിയെ, ഞാനത് പറയുകയില്ല, ഞാനത് പറയുകയില്ല, എനിക്ക് തൗബയുണ്ടോ? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, നിന്റെ കുറ്റമാണോ നിന്റെ പാപമാണോ വലുത്? അതല്ല ഏഴാകാശവും ഏഴ് ഭൂമിയുമാണോ വലുത്? ഈ മനുഷ്യൻ പറയുന്നു, എന്റെ ദോഷമാണ് വലുത് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ അല്ലാഹു റസൂൽ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയായിരുന്ന അർശും കുർസിയുമാണോ ഏറ്റവും വലുത്? നിന്റെ ദോഷമാണോ വലുത്? ഈ ചെറുപ്പക്കാരൻ പറയുന്നു, നബിയെ, എന്റെ ദോഷമാണ് വലുത്. ലാസ്റ്റ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, ഏ മനുഷ്യ, നിന്റെ ദോഷമാണോ വലുത്? അല്ലാഹുവിന്റെ മഗ്ഫിറത്താണോ വലുത്? അല്ലാഹു പുറത്തു തരലാണോ വലുത് എന്ന് ഈ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം അട്ടഹാസിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ് എന്റെ ദോഷത്തെക്കാൾ വലുത് നബിയേ. എങ്കിൽ പറയൂ മോനെ, നീ ചെയ്ത പാപം എന്താണ്? ഈ മനുഷ്യ യുവാവ് പറയുന്നു, പ്രവാചകരെ, ഞാൻ 7 വർഷമായിക്കൊണ്ട് കബർ പൊഴിക്കുന്ന ജോലിയാണ് എനിക്കുള്ളത്. കബർ പൊഴിച്ചുകൊണ്ട് അതാ മയ്യിത്തൊക്കെ മറമാടിക്കൊണ്ട് ഞാൻ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നട്ടപ്പതില സമയത്ത് അതാ ആ കബർ പോയിട്ടതാ മാന്തുന്നു. കബർ മാന്തിയിട്ടതാ ആ മയ്യത്തിന്റെ പുതിയ കഫം കൂടെ എടുത്തുകൊണ്ട് വരുന്നു. അത് വിറ്റുകൊണ്ടാണ് ഞാൻ ഉപജീവിതം നയിക്കുന്നത്. ഉപജീവിതം നയിക്കുന്നത് 7 വർഷമായിക്കൊണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അതെല്ലാം ചെയ്ത തെറ്റ്. പൊന്നാലപ്പെട്ട നബിയേ, പ്രവാചകരെ, നാം ഇതാ ഒരു ദിവസം അതാ ഒരു മയ്യത്തിനെ മറമാടി. ആ മറമാടിയതിനു ശേഷം നാം ഇതാ രാത്രി സമയത്ത് ആ മയ്യത്തിന്റെ കഫം കൂടെ എടുക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ ആ ഒരു മയ്യത്തുണ്ടല്ലോ, അത് സുന്ദരിയായിരിക്കുന്ന സ്ത്രീയുടെ മയ്യത്താണ് നബിയേ. അവിടെ കഫം കൂടെ ഇങ്ങോട്ട് മാറ്റിവെപ്പോൾ ശൈത്താൻ എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു, ഈ സുന്ദരിയായ പെണ്ണിനെ എനിക്ക് വ്യഭിചരിച്ചൂടെ? അവൻ നിന്നെ ഒന്നും ചെയ്യുകയില്ലല്ലോ, അവൾ മരിച്ചു പോയില്ലേ, നിനക്കൊന്ന് വ്യഭിചരിച്ചൂടെ എന്ന് എന്റെ മനസ്സിലേക്ക് ശൈത്താൻ തോന്നിപ്പിച്ചു നബിയേ. എന്നിട്ട് ഞാൻ അതാ മയ്യത്തിനെ, സുന്ദരിയായിരിക്കുന്ന പെണ്ണിന്റെ മയ്യത്തിനെ കബറിന്റെ പുറത്തേക്ക് വെച്ച്, ഓ നബിയെ, ഞാൻ വ്യഭിചരിച്ചുകൊണ്ട് ഞാൻ അതാ ഓടിപ്പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബാക്കിൽ നിന്ന് വിളിയും, ഈ പെണ്ണിന്റെ മയ്യത്തല്ലാതെ വേറൊരു വസ്തുമോടെ ഇല്ല, ഒരു മനുഷ്യനോടെ ഇല്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ സുന്ദരിയായിരിക്കുന്ന പെണ്ണിന്റെ മയ്യത്ത് എണീറ്റ് നിന്നുകൊണ്ട് തന്നെ വിളിക്കുകയാണ്, ഏ മനുഷ്യ, നീ എന്നെ ജനാപത്തുകാരിയാക്കില്ലേ? നീ എന്റെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നബിയെ ഈ പെണ്ണുതായെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് റസൂലേ. ഞാൻ അവിടുന്ന് ഓടിപ്പോന്നാണ് നബിയെ. എന്നേക്ക് 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്, 3 ദിവസമായി ഞാൻ വെള്ളം കുടിച്ചിട്ട്, നബിയെ, ഇതാ ഞാൻ ചെയ്ത പാപമെന്ന് ഈ യുവാവ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പോടാ, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനും കൂടി അത് പെട്ടുപോകും, പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ ആട്ടി ഓടിക്കുന്നു. ഈ മനുഷ്യനതാ മനസ്സ് പൊട്ടിയും കൊണ്ട് എനിക്ക് അഭയമായി തീരേണ്ട പ്രവാചകൻ പോലും
എന്നെ ആട്ടിപ്പായിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോകുന്നു. 40 ദിവസം അതാ വെള്ളമില്ല, ഭക്ഷണമില്ല, ഊണില്ല, ഉറക്കില്ലാതെ റബ്ബിനോട് കരഞ്ഞോട് ദുആ ചെയ്യുന്നു, തൗബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 40ാമത്തെ ദിവസം അതാ അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനേ, നീ എന്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതൊന്ന് അറിയിച്ചു കൊടുക്കണേ അല്ലാഹ്. അതല്ല, നീ എന്റെ തൗബ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഒരു തീ നീ ആകാശത്ത് നിന്ന് ഇറക്കി എന്നെ നീ കടിച്ച് കളയണേ അല്ലാഹ് എന്ന് ഈ യുവാവത കരഞ്ഞുകൊണ്ട് 40 ദിവസം അതാ ദുആ ചെയ്തു. തൗബ ചെയ്തപ്പോൾ 41ാമത്തെ ദിവസം അതാ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ജിബ്രീൽ ഇസ്ലാം വരുന്നു. എന്നിട്ട് പറയുന്നു, ജിബ്രീൽ ഇസ്ലാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അല്ലയോ നബിയേ, അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ. ഈ ലോകത്തുള്ള സൃഷ്ടികൾക്ക് ഭക്ഷണം കൊടുക്കും നിങ്ങളാണോ? ഈ ലോകത്തുള്ള സൃഷ്ടികളെ സംരക്ഷിക്കും നിങ്ങളാണോ? ഈ ലോകത്തുള്ള സൃഷ്ടികളുടെ തൗബ സ്വീകരിക്കുവാനുള്ള അധികാരം നിങ്ങൾക്കാണോ? ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ല അല്ല, കാരുണ്യവാനായ അല്ലാഹുവിനാണ്. ആ സമയത്തതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ ഇസ്ലാം പറയുന്നു, എന്നാൽ നബിയേ, ആ മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, ആ മനുഷ്യനെ നിങ്ങളൊന്ന് വിളിക്കണേ. ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ ഇസ്ലാമോടൊന്ന് പോയി. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ ഒരു ദൂതനെ വിടുന്നു. ഇന്ന പർവ്വതത്തിന്റെ മുകളിൽ ഇന്നാളുണ്ട്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞ് അതാ യുവാൻ വിളിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ മഗ്‌രിബ് നിസ്കാരത്തിലതാ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബേക്കിലതാ മൗനമായി നിസ്കരിക്കുന്നു. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയ സൂറത്ത് ഏതാണ്? ഉമ്മ പെങ്ങന്മാരെ നിങ്ങൾക്കറിയാമോ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഇവിടുത്തെ സമ്പത്തിന്റെ വലിപ്പവും മക്കളുടെ വലിപ്പമൊക്കെ ഈ ദുന്യാവിന്റെ കാര്യത്തിന് വേണ്ടിയാണ്. ഏതുവരെ എന്നറിയാമോ? കബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ എന്നുള്ള ആയത്ത് അങ്ങോട്ട് ഓതിയപ്പോൾ റസൂലുള്ളാഹിയുടെ ബേക്കിൽ വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ അതാ മയ്യിത്തായി മരിച്ചു വീഴുന്നു. ഉമ്മ പെങ്ങന്മാരെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഷ്കളങ്ക ഹൃദയത്തോട് കൂടെ കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ് ഞാൻ പറഞ്ഞത്, തൗബ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആ അടിമകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മജ്ലിസിന് തുടങ്ങാം. സമയം കഴിഞ്ഞാൽ പിന്നെ ചെല്ലാൻ സമയം എല്ലാവരും ഒപ്പം ചെയ്തിട്ടാ. إلى حضرة نبينا شفيعنا محمد صلى الله عليه وسلم وإلى حضرة أهل البدر كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين. لك الحمد يا ربي يا الله يا معبود. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل مثل بما قرأنا هذه هدية واصلة زكية رحمة نازلة وبركة باهية إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى أرواح السادات البدريين رضوان الله تعالى عنكم أجمعين. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أبدأ باسم الواحد حمدا له
صلى على محمد والآل وسلام الله لا إله إلا الله إلا الله محمد رسول الله أدعوك يا مولى لنا بأهل بدر بدرنا محمد نبينا صل عليه يا الله لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر عثمان ثم حيدر مثل لعوف عامر وطلحة بن عبيد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ألفا زبير يبلغ سعد سعيد هانئ أسعد عمران وأبي نبي عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أو سنة المخشي وأنيس نياس يصدر أو سنه شيخ سيد وسعد عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بشر خبيب صايب عمرو عبيد حاتب بودير وهب صائب أبو حبيب عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله حباب النبو حباب سعد مصعب بكاسهم ومعتب أبو لبابة عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميمهم ومرارة أبو قتادة رتبة تميمنا وعمارة ورتبة بن عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميمهم وعبادة ومعتب نقاشة تاجا قتادة عقبة أبو اليسرمة عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ثعلبة الحارث وثابت الحارث ثابت أمير حارث أبو لهيثم عبد الله لا إله إلا
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا طلبة والحادث حادثة والحادث ثابتهم والحادث أب لمرصد عبد الله صلى وسلم على الرسول نبينا محمد حبيبنا فكلنا يا ربنا جبر وملاد وجبير أمير يخرج جبارهم عمرو النجو سعد عبيد عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا جابرهم سعد رجو أبو دجانة ترتجو جودا حرام فرج شريعة بن عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا حمزة حديث معه باب حبيب مستر حبيبنا الثابت سيد سهيل عبد الله وسلم ربنا على الرسول نبينا محمد حبيبنا وكلنا يا ربنا حمزة حديث وهو ريث وحديث ذره حديثهم عن نصره عن كلهم رضوان الله أو شرط الرسول نبينا محمد حبيبنا وكلنا يا ربنا خلاد خالد وحبيب سبيبهم أخو خلادنا عمرو وحبيب سليمان عبد الله وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا خوات خالجة وهليد خليفة سخ خباب خالجة وخ عن كلهم رضوان الله وسلم ربنا على الرسول نبينا محمد حبيبنا وكلنا يا ربنا ضلي عبيد معبد زيد زياد مرصد ذو كين سعد خالد أبو خزيمة عبد الله وسلم ربنا على الرسول نبينا محمد حبيبنا وكلنا يا ربنا طاو العصاة محمد سعد يزيد المعبد ضيق حنيس راشد
كلهم رضوان الله. وسلم ربنا على الرسول نبينا محمد حبيبنا وكلنا يا ربنا رضواننا ومعمر ومجدر ومعمر ذهبي معاذ عائد أبو حذيفة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي رضوان ربي عنكم يا أهل بدر منكم نرجو النجاة نكرم كونوا لنا يا هودنا ظهري ومسعود وذو علم يزيد اللاهل ذنبا عبيدا ينكر عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا ربيعنا والعامر عامر قمير معمر ربيعهم والمنذر كل منذر عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا أحيلة ومحرر ورفاعة والمظهر ربيعة والمنذر عن كلهم رضوان الله ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا زيد زياد منجز حارث ومسعود جز زيد أبو قيس كز زيد معاذ عبد الله ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا زيد أبو داود زهود زياد يقيز زيد يزيد المنجز عن كلهم رضوان الله ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا سهل بشير ثم سبيع سليم نانس سعد اليسري وسهيل سليم عبد الله يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا سعد نياس أخنس عبس وسلمة بسبس سهل وأوس الفارس عن كلهم رضوان الله شريكنا الخراش شهواه الشمالين الحشا شماس حداشي عامر شجاع عبد الله
شمسي أبو قبشة فشا يزيد خلاد النشا شاهي أبو صبر مشى عن كلهم رضوان الله صفوان عباد وصهيب أبو حسن القصر صنصائب يزيد صهيب سلامة عبد الله عند مقصودين ولواك مطلوبين إلهي عند مقصودين ولواك مطلوبين എല്ലാ ബലാലും ആഫത്തും അടങ്ങുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിന നമ്മെ കാക്കണം യാ റബ്ബന സാബിന്നബുൽ അവാലിസു യൂദൻ അദിയൻ യുഖ്ലിസു സ്വൈഫിയുഹുമുൽ മുഹീസു അൻ കുല്ലിഹിം യഖ്വാനുല്ലാഹ് ضحاكهم أمر رضا نظر قيام عارضة ضحاك عمير رضا وجابر بن عبد الله إلا بلا ضمرة جبريل وكل ضياء قضى ضربا روحا نامضى عن كلهم رضوان الله طفيل رافع وطفيل لنا وسويبة طليبهم سري وطفيل سليط عبد الله لا بلال محارزة بدخول عطيات خطى طعنا غير يسقط عن كلهم رضوان الله ഇടങ്ങേറുകൾ മൂസീബത്തും ബദിരീങ്ങളെ ബർക്കത്തിന അമികാക്കണം യാ റബ്ബന غير حارسة طهر عامر منذر لظى ظهرا معاذ حافظا أبو سليط عبد الله ഇടങ്ങേറുകൾ മൂസീബത്തും ബദിരീങ്ങളെ ബർക്കത്തിന അമികാക്കണം യാ لي أبو أيوب ظهر عامر عاصم لظى ظنا أمير ضاحظا عن كلهم رضوان الله ഇടങ്ങേറുകൾ മൂസീബത്തും ബദിരീങ്ങളെ ബർക്കത്തിന അമികാക്കണം യാ وقضاة عمرو رافع عبدات سعد مهجع عبادة والرافع آب لمسعود عبد الله ഇടങ്ങേറുകൾ മൂസീബത്തും ബദിരീങ്ങളെ ബർക്കത്തിന وقضاة عباد معه سيمات عمار سعود وطبات عمير دعو عن كلهم رضوان الله
എടങ്ങേറുകൾ മൂസീബത്തും പതിരീങ്ങളെ ബർക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബന والنعم خلاد نعمان سعد مصبرا قلبا معيط صابرا عاب لسلمة عبد الله آفة മടങ്ങേറുകൾ മൂസീബത്ത് ബദരീങ്ങളെ ബർക്കത്തിന് എമ്മെ കാക്കണം إلهي أنت مقصودي ولواك مطلوبي إلهي أنت مقصودي ولواك مطلوبي إلهي أنت مقصودي സൂര്യയും മറ്റുള്ള ദീനമടങ്ങളും ബലിരീങ്ങളെ ബർക്കത്തിന ശിവയാക്കണം യാ والذنب سبرة وعلينا ومدكات بطرة وإذا مثابيت عن كلهم رضوان الله النمبر ബലിരീങ്ങളെ ബർക്കത്തിന ശിവയാക്കണം أتنا أبوسينا نفا فاكهنا عوف صفا سعد معاذ عبد الله മറ്റുള്ള ദീനമടങ്ങളും فيزيد أنسات رفاعته عبادة وفا فالحادثات المصطفى عن كلهم رضوان الله وتبات مقداد مقدامات حولي ينجق قيس ومسعود نق قيس سراقة عبد الله قيس سراقة سق عقبات عصمات بق قيس معتيب بق عن كلهم رضوان الله كعب سماكم مالكم مسعود عمرو مالكم كعب معاذ مالكم عاب لخالد عبد الله മറ്റുള്ള ദീനമടങ്ങളും كعب دفاعة مالكم عمرو وسلمة مالكم كذا عمارة مالكم عن كلهم رضوان الله إبداد سهل معقل سهل بلال عاقل دينا قويم نوفل هذا نسيل عبد الله മറ്റുള്ള ദീനമടങ്ങളും
لمحا ومالكم أولو أبو عقيل يعمل ليلا وليل يعدل عن كلهم رضوان الله സൂര്യം മറ്റുള്ളതീന മടങ്ങലും പതിരീങ്ങളെ വർക്കത്തിന ശിവയാക്കണം യാ റബ്ബന معن سليم سالم عمرو عمير أرقم مبشر والعاصم أبو منير عبد الله وسوريا മറ്റുള്ളതീന മടങ്ങലും ബദരീങ്ങളെ ബർക്കത്തിന ശിവയാക്കണം إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം നവീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന മസ്ഊദുഹും വൽ ആസിമു ആബുൽ ഹംസത സാലിമു مالكنا والعاصم عن كلهم رضوان الله طه موتد കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം നവീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന നമാനു സുഫിയാനുൽ ലനാ നഅമാനു അദിലാനും نوح نعيمان سنا نعمان معن عبد الله ذاق موتد إبليس കൂസിന കാട്ടിടും നേരം നവീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ نعمان ثعلبة سنا من الأنبياء أنذرة لنا نعمان عتبان لنا عن كلهم رضوان الله طه ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ പതിരീങ്ങളാൽ തുണ റബ്ബന وهب عباد سرت عبد الرحمن دوا والعاصم العامر وقدنا وزيد عبد الله دار موتد إبليس കൂസിന കാട്ടിടും നേരം നവീനവനാട്ടുവാൻ ബദരീങ്ങളാൽ وابل خالقة سبت ثابت النعمان وفاضية المسعود وعن كلهم رضوان الله قبيل عثمان وهلال وعبد ربه هدى عبيد ثم هلال معاذ عبد الله ذاق موتد കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം നവീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ قاضنه طلحته باطا وثابت به هذا تمام منتهي عن كلهم رضوان الله ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ പതിരീങ്ങളാൽ തുണ റബ്ബന يا رب سوى
كان من كل آفات بلاء مصيبات ولا أن تحمينا يا الله يا رب سواك على من كل بلاء مصيبات ولا أن تحمينا يا الله يا رب سواك على من كل آفات بلاء مصيبات ولا أن تحمينا يا الله കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ മദലീങ്ങളാൽ തുണ റബ്ബനാ യസ്ർ സകാത്തിൽ ലിയ തോമീതു ദീനൽ മുൻജിയ യാ മൻ ബഖീറൻ ഹാരിയ ലീനാ ദവാമൻ യാ അല്ലാഹ് യസ്ർ സകാത്തിൽ ലിയ തോമീതു ദീനൽ മുൻജിയ യാ മൻ ബഖീറൻ ഹാരിയ ലീനാ ദവാമൻ യാ അല്ലാഹ് യസ്ർ സകാത്തിൽ ലിയ തോമീതു ദീനൽ മുൻജിയ യാ മൻ ബഖീറൻ ഹാരിയ ലീനാ ദവാമൻ യാ അല്ലാഹ് താഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദലീങ്ങളാൽ തുണ റബ്ബനാ യാ മൻ ദുഈനി ളാമിയ സിത്തീന തമ്മൽ സല്ലിയ യൗമൻ തുജല്ലിൽ മുൻജിയ ആമീന സല്ലിം യാ അല്ലാഹ് യാ മൻ ദുഈനി ളാമിയ സിത്തീന തമ്മൽ സല്ലിയ യൗമൻ തുജല്ലിൽ മുൻജിയ ആമീന സല്ലിം യാ അല്ലാഹ് യാ മൻ ദുഈനി ളാമിയ സിത്തീന തമ്മൽ സല്ലിയ യൗമൻ തുജല്ലിൽ മുൻജിയ ആമീന സല്ലിം യാ അല്ലാഹ് ദാഹമൗത്തത് ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദലീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹ്. ഇനി കേൾക്കാം എന്താ അസുഖം കേൾക്കല്ലേ കേൾക്കാൻ വേണ്ടി പണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു. الله أحمد ولدينا شفينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم تنذر قوما أنذر آباؤهم وهم غافلون لقد القول لا تزغهم لا يؤمنون إنا جعلنا في أعناقهم أغلالا وإلى القلب محول وجعلنا من بين أيديهم سدا ومن خلفهم سدا وأغشيناهم لا يبصرون فسواء عليهم أنذرتم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشى الرحمن بالغيب وبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب
ما قدموا وآثارهم وكل شيء أحصيناه بإمام مبين واضرب لهم مثل أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بالثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا ما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا وطيرنا بكل إن تنظروا لنفتننكم ويمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء بنفس المدينة رجل يسعى يا قوم اتبعوا المرسلين اتبعوا يسألكم من هم مطلون وما يعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إلا الرحمن بذل الله تغني عني شفاعتهم ولا ينفعون إني إذا لفي ضلال مبين إني آمنت ربكم فاسمعون قيل ادخلوا الجنة ويا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن إلا صيحة واحدة وإذا خامدون يا حسرة قال ما يؤتي من رسول لا كانوا به يستهزئون ألم تروا ما أهلكنا قبلهم من قرون نمليهم لا يرجعون وإن كلما جميع إلينا محضرون وأعد لهم الأرض الميتة أحييناها وأخرجنا منها حبا وهم يأكلون وجعلنا فيها جنات من نخيل وعناب ووجدنا فيها من قلون يأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض من أنفسهم وما لا يعلمون وأعد لهم ليسلكوا منهن وإذا مظلمون والشمس تجري مستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالرجل القديم لا الشمس ينبغي لها أن تدرك القمر وليل سابق النهار وكل في فلك يسبحون وأتمنى عنا ذرية في الفلك المشحون وخلقنا من مثل ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا ينقذون إلا رحمة منا ومطعم لاهين فإذا قيل اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتي من آيات ربهم إلا كانوا منها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال يقول للذين آمنوا أن نطعم من يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى أنتم صادقين ما يقولون إلا صيحة واحدة فهم يسلمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور إذا فيها ربي ينسلون قالوا يا ويلنا من بعثنا من مرقدنا قال ما وعد الرحمن وصدق المرسلون إن كان إلا صيحة واحدة بيضا جميع الذين محضرون فاليوم لا تظلم نفس شيئا ولا تزول إلا ما كنتم تعملون إن أصحاب الجنة اليوم في شهور فاكهون هم بازرات في ديار الأرائك متكئون يوم فيها فاكهة وهم ما يدعون سلام قوم الرحيم وانظر بما يقول المجرمون ألم عليكم يا بني آدم لا تعبدوا الشيطان إنه لكم عدو مبين أن اعبدوني على صراط مستقيم ولقد أضلني سبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون استغفروا ما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنا يبصرون ولو نشاء لمسخناهم على مكانهم وما استطاعوا مضيا ولا يرجعون
അവൻ ولله قالوا إنا رقوبهم ومنها يأكلون لهم فيها منافع مشايخ لا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يمسن قول منا نعلم ما يسرون وما يعلنون أفلم يروا الإسلام ما خلقنا من نطفة بيضاء وحسن مبين وضرب لنا مثلا سبحا أمن الله ويمين قل هي الذي أنشأها أول مرة وهو بكل خلق نبيل الذي جعل لكم الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم ولا هو الخلاق العليم إنما أمره إذا أراد شيئا يقول له كن فيكون سبحان الذي بيده ملكوت كل شيء تشعرون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഒരു സഹോദരി എൻ്റെ ഭർത്താവിന് ഗൾഫില് പിന്നെ ഒരു ഡ്രൈവർ ജോലി കിട്ടുവാൻ വേണ്ടിയും ഹലാലായ കുടുംബത്തിലൂടെ കടങ്ങളൊക്കെ ഓടി കിട്ടുവാൻ വേണ്ടി വായിച്ചാൻ വേണ്ടി ഒരു സംഖ്യ സംഭാവന കിട്ടുന്നുണ്ടോ സ്വീകരിക്കുമാറാവട്ടെ. ആ സഹോദര ഭർത്താവിന് ഹൈറായ ജീവിതം അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മാർഗത്തിലൂടെ എല്ലാ കടങ്ങളും വീട്ടാണ് മാർഗം നോക്കാൻ ചുരുക്കുമാറാവട്ടെ. لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله سبحانه وتعالى നമ്മൾ ചെയ്ത മധ്യസ്ഥമോ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഹജ്ജ വർക്കത്തോട് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശമുള്ള സജ്ജീകരിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും നീക്കി തരുമാറാവട്ടെ. എല്ലാ തട്ടുമുട്ടസുകളും മാനത്തൊട്ടും കാതരക്ഷിക്കുമാറാവട്ടെ. സാഹിയുടെ സ്നേഹത്തൊട്ടും ഹാസിയുടെ അസൂയത്തൊട്ടും മാഫിയുടെ ചൊല്ലിയത്തൊട്ടും മുത്തക്കബരികൾ തൊട്ടും നമ്മളെ അവരെയും കാതരക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ തൊട്ടും മാറാവ്യ രോഗം തൊട്ടും പടച്ചവനെ വെട്ടിമുറിക്കുന്ന രോഗത്തോട് കാക്കണേ അല്ലാഹ്. പടച്ചവനെ പെട്ടെന്നുള്ള മരണത്തോട്ട് കാക്കണേ അല്ലാഹ്. മരണത്തോട് കാക്കണേ അല്ലാഹ്. അപകട മരണത്തോട് കാക്കണേ അല്ലാഹ്. പടച്ചവനെ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹബീബായ റസൂലുള്ളാഹിന്റെ ഒന്നിരിക്കുന്ന പൂർവ്വം കണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ എൻ്റെ സഹോദരിമാരെ പല ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരൊക്കെയാണ് നൽകിയതെന്നും പല ഉദ്ദേശം എന്താണെന്നും എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാമല്ല അല്ലാഹ്. നീ സഫീകരിക്കണേ അല്ലാഹ്. ഹാസ്കാക്കി കൊടുക്കണേ അല്ലാഹ്. സഫീകരിക്കണേ അല്ലാഹ്. തടസ്സങ്ങൾ നീ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഗൾഫിൽ ജോലിക്ക് പോയ ഭർത്താക്കന്മാരുണ്ട് അല്ലാഹ്. സഹോദരന്മാരുണ്ട് അല്ലാഹ്. പടച്ചവനെ ജ്യേഷ്ഠന്മാരുണ്ട് അല്ലാഹ്. നീ ഹൈറാജ് നൽകണേ അല്ലാഹ്. ഹൈറാജ് നൽകണേ അല്ലാഹ്. ജോലിയുള്ളവർക്ക് നീ ഹൈറും പറക്കുന്നു അനുഗ്രഹിക്കണേ അല്ലാഹ്. ശമ്പളം കിട്ടാത്ത തമ്മെ കൊടുക്കാൻ തോന്നിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്.
പഠിച്ചവരെ ജോലിയുള്ള എല്ലാ വിഷമവും നീക്കി കൊടുക്കണേ അല്ലാ, മനപ്രയാസം നീക്കി കൊടുക്കണേ അല്ലാ. വാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ വിദേശത്ത് പോയി ജോലി എടുക്കുവാനും തൻ്റെ കുട്ടികളിലേക്ക് മടങ്ങി വരുവാനും തൗഫീഖ് നൽകണേ അല്ലാ. പഠിച്ചവനെ കെട്ടിക്കാരായ എൻ്റെ സഹോദരിമാരുടെ റഹ്മാനെ പെൺമക്കളുണ്ട് അല്ലാ, അവർക്ക് സ്വാലിഹായ ഭർത്താക്കൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പഠിച്ചവനെ മക്കൾക്കും സ്വാലിഹത്തായ ഇണകളെ നൽകണേ അല്ലാ. കെട്ടിക്കുവാൻ വേണ്ടി പ്രയാസപ്പെടുന്ന രക്ഷിതാക്കന്മാർക്ക് ഹലാലായ മാർഗത്തിലൂടെ കെട്ടിക്കുവാനുള്ള വഴി നീ കാണിക്കണേ അല്ലാ. കടം കൊണ്ട് വളയുന്ന സ്ത്രീകളുണ്ടാവുക, കടം കൊണ്ട് വളയുന്ന സ്വഭാവമുണ്ടാവുക. പടച്ചോനെ മറ്റുള്ളവരുടെ ഇടങ്ങാറാക്കാതെ വഷാക്കാതെ ഹലാലായ മാർഗത്തോടെ കിട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മയ്യിത്തിന്റെ എല്ലാ പാപവും അല്ലാഹു പുറത്തു കൊടുക്കും, കടം പുറത്തു കൊടുക്കുകയില്ല അല്ലാ. കടം പുറത്തു കൊടുക്കുകയില്ലല്ലോ റബ്ബേ. കടക്കാരായ കുഞ്ഞായി മരിപ്പിക്കല്ല അല്ലാ, കടക്കാരായ കുഞ്ഞായി മരിപ്പിക്കല്ല അല്ലാ. പടച്ചവനെ ആരും തിരിഞ്ഞോക്കാനില്ലാത്ത അവസ്ഥ ഞങ്ങൾ മരിപ്പിക്കല്ല അല്ലാ, പാപികളായി മരിപ്പിക്കല്ല അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് റബ്ബേ ഞങ്ങൾ പാപങ്ങൾ മുഴുവൻ നിന്നോടൊന്ന് ഖാലിസായ നസുഹായ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി മരിപ്പിച്ചാൽ മതി അല്ലാ. പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ. മക്കൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലാ, കുടുംബത്തിന് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ പടച്ചോനെ ഞങ്ങൾക്കൊന്ന് പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ. പടച്ചോനെ കഴിഞ്ഞ റഹ്മാനായ റബ്ബേ ഇന്നലെ ഞായറാഴ്ച ഒരു പെണ്ണിന്റെ കല്യാണമായിരുന്നു അല്ലാ. ആ പെണ്ണിന്റെ ഉമ്മത കല്യാണം പറയാൻ വേണ്ടി പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് സ്കൂട്ടിക്ക് ഓടി വന്ന് ഇടിച്ച റഹ്മാനായ റബ്ബേ ജീവനായിക്കൊണ്ട് ഹോസ്പിറ്റലാണ് അല്ലാ. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. എത്ര ആഗ്രഹിച്ചുകൊണ്ടാണ്, എത്ര മോഹിച്ചുകൊണ്ടാണ് എന്റെ നമ്മുടെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അടുത്ത ഞായറാഴ്ച ഉദ്ദേശിച്ച് പോയതാണ് റഹ്മാനെ. പക്ഷേ വിധി നന്മയായിട്ട് പോയല്ലോ അല്ലാ, നീ വയറായി കൊടുക്കണേ അല്ലാ. പഠിച്ചോടെ അങ്ങനെ വിധി ഞങ്ങൾ നൽകല്ല അല്ലാ. നല്ല സ്വാധീനമായ ഭർത്താക്കന്മാർക്ക് അത് കൈപിടിച്ചു കൊടുത്തിട്ട് റബ്ബേ കൂടെ നിന്റെ ഭാഷയിൽ വന്ന് നല്ല സ്വീകാര്യമായ ഹജ്ജും ഉംറയും ചെയ്ത് ഹബീബ റസൂലുള്ളാഹി റൗള ശരീഫ് സിയാറത്ത് ചെയ്ത് മരിപ്പിച്ചാൽ മതി അല്ലാ. മരിപ്പിക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നല്ല നിനക്ക് സ്വപ്നങ്ങൾ കാണിക്കണേ അല്ലാ. ഹബീബിനെ കാണിച്ചു തന്നെ അല്ലാ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി തൃക്കൈ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ശഫാഅത്ത് നൽകണേ അല്ലാ. പടച്ചവനെ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല അല്ലാ. ഞങ്ങൾ പാപികളാണ് അല്ലാ, ദോഷികളാണ് അല്ലാ. നിനക്കറിയാമല്ല അല്ലാ. എങ്കിൽ ഞങ്ങൾ ഇഷ്കൊണ്ട് പറയാൻ മുമ്പേ നീ കാണിച്ചു തന്നെ അല്ലാ. ഒരു ആവശ്യമില്ല ഹബീബായ റസൂലുള്ളാഹി സ്വപ്നത്തിൽ നല്ലതൊക്കെ കാണിക്കണേ അല്ലാ. ഇഷ്ടത്തോടെ കാണിക്കണേ അല്ലാ, കാണിക്കണേ അല്ലാ. റസൂലുള്ളാഹി മദീനയിൽ പോയിട്ട് അവിടുത്തെ ഖബറിനെ സിയാറത്ത് ചെയ്ത് അവരോട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ മക്കളൊക്കെ സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ കെട്ടിച്ചേർക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എന്ത് തട്ടുമുട്ടുണ്ടെന്ന് നീക്കി തന്നെ അല്ലാ. നീക്കി തന്നെ അല്ലാ. ലോകമാണ് ശിഫിയാക്കണേ അല്ലാ. മറ്റുള്ളവരുടെ പ്രശ്നമാണ് നീക്കി തന്നെ അല്ലാ. അവരെക്കൊണ്ട് കെട്ടിച്ചേർക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മക്കൾക്ക് നീ നല്ല സ്വാലിഹായ നൽകണേ അല്ലാ. അല്ലാഹുവേ രോഗിയായി കിടക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട് അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ശിഫയാക്കാൻ നീ ഉദ്ദേശമില്ലായെങ്കിൽ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രൂപത്തിൽ കിടത്താതെ ഈമാനോട് സലാമത്താക്കണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ.
പഠിച്ചവനെ കഴിഞ്ഞ വർഷം ഈ സദസ്സിൽ പങ്കെടുത്ത ഒരുപാട് ഉമ്മ പെങ്ങന്മാരെ ഈ നാറടി മണ്ണിലാണ് അല്ലാ ഞങ്ങളും അവിടെ പോയി കിടക്കേണ്ടതാണല്ലോ അല്ലാ അവളെ കവനി വിശാലമാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ കവനി പ്രകാശം നടക്കണേ അല്ലാ ആ കവറുകൾ കവാട സ്വർഗത്തിലേക്ക് തുറന്നു കൊടുക്കണേ അല്ലാ സ്വർഗത്തിൽ എല്ലാ സുഖാനുഭൂതികളും ഉല്ലസിച്ചു മടക്കുവാൻ തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ പടച്ചവനെ ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ ഒരു ഭാഗം സ്വർഗത്തിലേക്കും മറുഭാഗം നരകത്തിലേക്കും എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ഞങ്ങളെ നിങ്ങളോട് ബന്ധപ്പെട്ടവരെ നീ സ്വർഗത്തിന്റെ അവകാശപ്പെടുത്തണേ അല്ലാ സ്വർഗത്തിലെ കൊണ്ടേ കൊടുത്തണേ അല്ലാ വണ്ടി നൽകണേ അല്ലാ സിറാത്ത് പങ്കിടിമിൽ നിന്റെ പേര് വെട്ടിടക്കാള തൗഫീഖ് നൽകണേ അല്ലാ മയ്യിത്തൊക്കെ ഉൾക്കൊണ്ട് വലിച്ച റബ്ബേ കുടുംബക്കാരും ബന്ധുക്കാരും ഏടെ ഇങ്ങോട്ട് പിന്നോട്ടടിച്ചാൽ മുൻഗാമിനൊക്കെയായി പ്രശ്നം വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യാതൊരു പേടിയുമില്ലാതെ അല്ലാഹു റബ്ബി മുഹമ്മദ് നബി ഇസ്ലാം ദീനി വൽ ഖുർആൻ ഇമാമി والمسلمون إخواني والمسلمات أخواتي എന്നത്തെ ആ ഉത്തരം നൽകി രക്ഷപ്പെടാനുള്ള മാർഗം കാണിക്കണേ അല്ലാ രക്ഷപ്പെടുത്തണേ അല്ലാ ഈമാനി സലാമത്താക്കണേ അല്ലാ ഞങ്ങൾ ചില പാപങ്ങളെ കൊണ്ട് ഞങ്ങൾ ഈമാൻ മുഴുവൻ വ്യക്തികളല്ല അല്ലാ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات تسلمنا بها من جميع الأسقام والآفات تطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات تبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجانبك الكريم وبالشهداء البدريين وبالسائر الصحابة أجمعين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفعنا من أهل بلدنا وبيتنا هذا الصم النافع والدار القامع والوباء القاطع إنك مجيب السامع وأن تصرفنا الطاعون والوباء اللهم نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا وتعيذ من منا من عذاب القبر وتوقنا وإياهم من الفزع الأكبر وتنجينا كلهم عن دار البوار وتسكنهم الفردوس من دار القرار يا سيدنا محمد وآله الأبرار وأصحابه الأخيار اللهم بارك لنا في رجب وشعبان
بلغنا رمضان اللهم وفقنا في شهر رمضان لصيام القيام وتلاوة القرآن وسائر الأعمال الصالحات مع صحة العافية يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. لا يكون الواشيطان.